മലബാർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രവീഥികളിലൂടെ എന്ന പരിപാടിയിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് തൃത്താല നിളയുടെ തീരത്ത് പഴമ കൊണ്ടും പെരുമ കൊണ്ടും ശ്രേഷ്ഠമായ യജ്ഞേശ്വരം ക്ഷേത്ര അങ്കണത്തിലാണ്. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിൽ തൃത്താല പഞ്ചായത്തിൽ വെള്ളിയാങ്കല്ല് എന്ന സ്ഥലത്താണ് യജ്ഞേശ്വരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പറയിപെറ്റ പന്തീരു കുലത്തിലെ മൂത്ത മകനായ അഗ്നിഹോത്രി 99 യാഗം ചെയ്ത യാഗഭൂമിയാണിത്. ഈ യാഗകുണ്ഡത്തിൽ നിന്നും സ്വയംഭൂവായതാണ് യജ്ഞേശ്വരത്തപ്പനും ക്ഷേത്രത്തിൻ്റെ തെക്കുഭാഗത്ത് നിൽക്കുന്ന അരയാലും. ഈ അരയാലിൻ്റെ ഷോഡശ ക്രിയകളും കഴിഞ്ഞതാണ്. യാഗങ്ങളുടെ തുടക്കം ഇവിടെ ആയതുകൊണ്ടും ഷോഡശക്രിയ കഴിഞ്ഞതുകൊണ്ടും യാഗങ്ങളുടെ തുടക്കം ഇവിടമായതുകൊണ്ടും കേരളത്തിൽ എവിടെ യാഗമുണ്ടെങ്കിലും ഈ അരയാലിൻ്റെ കൊമ്പ് കൊണ്ടുപോകണമെന്നാണ് ഐതിഹ്യം. തൊണ്ണൂറ്റൊമ്പത് യാഗം ചെയ്ത അഗ്നിഹോത്രികൾ 100ാമത്തെ യാഗത്തോടെ ദേവേന്ദ്രൻ്റെ പദവിക്ക് യോഗ്യനാകുമെന്ന് ഭയന്ന് ദേവേന്ദ്രൻ തന്നെ ഉണ്ണിയായി ഒരു ആലിൽ കയറിയിരുന്നു. ഉപനയനം കഴിഞ്ഞ ഉണ്ണികൾ സാധാരണയായി മരം കയറുന്ന പതിവില്ല. അതുകൊണ്ട് അഗ്നിഹോത്രി ഉണ്ണിയോട് മരത്തിൽ നിന്ന് ഇറങ്ങാൻ പറയുകയും 100ാമത്തെ യാഗം ചെയ്യാതിരുന്നാലേ മരത്തിൽ നിന്ന് ഇറങ്ങൂ എന്ന് ഉണ്ണി ശാഠ്യം പിടിക്കുകയും ചെയ്തതോടെ 100ാമത്തെ യാഗം മുടങ്ങി. ശിവനും വിഷ്ണുവുമാണ് പ്രധാന പ്രതിഷ്ഠകൾ. രണ്ടുപേരും തുല്യമൂർത്തികളാണ്. ശിവൻ യാഗകുണ്ഡത്തിൽ നിന്ന് സ്വയംഭൂവായതാണ്. ഉപദേവനായ വിഷ്ണുവിനും തുല്യ പ്രാധാന്യം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും ഒരുമിച്ചാണ് ഇവിടെ പ്രദക്ഷിണം വയ്ക്കുന്നത്. ഇവിടുത്തെ ഉപദേവ പ്രതിഷ്ഠകൾ ശിവന്റെ ശ്രീകോവിലിന് ചുറ്റുമായി തന്നെയാണ് കാണപ്പെടുന്നത്. ഗണപതിയും ദക്ഷിണാമൂർത്തിയും തെക്ക് ഭാഗത്തും ഈശാന കോണിലായി ഭഗവതിയുമുണ്ട്. ഈശാന കോണിലിരിക്കുന്ന ഭഗവതി മൂക്കുതല ഭഗവതിയാണ്. മൂക്കുതല ഭഗവതി അമ്പലത്തിൽ വരാനുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. 99 യാഗം ചെയ്യുന്ന കാലയളവിലും അഗ്നിഹോത്രിക്ക് മൂക്കുതല അമ്പലത്തിൽ പോയി ദേവിയെ ദർശിക്കാനുള്ള സമയക്കുറവ് മൂലം അദ്ദേഹം വിഷമിക്കുകയും ഭഗവതി സ്വപ്നത്തിൽ വന്ന് ഈ യജ്ഞഭൂമിയിൽ എൻ്റെ സാന്നിധ്യമുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് മൂക്കുതല ഭഗവതി ഈ അമ്പലത്തിൽ വരാനുണ്ടായ സാഹചര്യം. ഈ ക്ഷേത്രത്തിലെ വിഷ്ണുവിൻ്റെ മുൻപിലുള്ള വലിയ ബലിക്കല്ലിനും ഒരു പ്രത്യേകതയുണ്ട്. ഈ വലിയ ബലിക്കല്ലിൻ്റെ 4 മൂലകളും പഞ്ചമസ്വരം പൊഴിക്കുന്ന കല്ലുകൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ പിതൃക്കൾക്ക് ചെയ്യുന്ന ബലികർമ്മം വളരെ ശ്രേഷ്ഠമായാണ് കണക്കാക്കപ്പെടുന്നത്. പുഴയുടെ അക്കരെ കാണുന്ന വെള്ളിയാങ്കല്ലിൽ 99 യാഗം ചെയ്യുന്ന കാലയളവിലും അഗ്നിഹോത്രി നിരന്തരം പിതൃക്കളെ സ്മരിച്ചിരുന്നു. അതിനാൽ ഇവിടെ തെക്കോട്ട് തിരിഞ്ഞ് 3 പ്രാവശ്യം വെള്ളം കൊടുത്താൽ തന്നെ പിതൃക്കൾ സംതൃപ്തരാകുമെന്നാണ് പറയപ്പെടുന്നത്. മകരമാസത്തിലെ അവിട്ടം നാളാണ് ഭഗവാന്റെ പ്രതിഷ്ഠാദിനം. കർക്കടക മാസത്തിലും തുലാമാസത്തിലും കറുത്ത വാവിന് 5000-ഓളം ജനങ്ങളാണ് ഇവിടുത്തെ ബലിയുടെ പ്രാധാന്യം മനസ്സിലാക്കി ബലിതർപ്പണത്തിനായി എത്തുന്നത്. പഴമ കാത്തു സൂക്ഷിച്ചു പോരുന്ന ഈ ക്ഷേത്രം ഇന്ന് പുരോഗമനത്തിൻ്റെ പാതയിലാണ്. ദിനംപ്രതി ധാരാളം ഭക്തജനങ്ങളാണ് ഭഗവാന്റെ കടാക്ഷത്തിനായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ കാരുണ്യം ലഭിച്ച് തൃപ്തരായാണ് ഓരോരുത്തരും തിരിച്ചു പോകുന്നതും.
യജ്ഞേശ്വരത്തപ്പനെ തൊഴുതു മടങ്ങുന്ന ഓരോ ഭക്തരുടെയും മുഖത്ത് തെളിഞ്ഞു കാണാം യജ്ഞേശ്വരത്തപ്പൻ്റെ ഭഗവത് കടാക്ഷം. ശ്രീ യജ്ഞേശ്വരത്തപ്പ ശരണം.